വാഴ്ത്തപ്പെടുമാറാട്ടെ. സദൃശവാക്യങ്ങൾ 16 അധ്യായത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ മനുഷ്യരുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യൻ വലിയ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉള്ളവരാണെങ്കിലും അതിൽ എൻ്റെ അവസാന ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ തീരുമാനം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ വചനത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലരെയും കാണാൻ കഴിയും. അതിൽ ശൗലിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ശൗല് തർശീസുകാരെ വിശുദ്ധന്മാരെ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ശൗലിനെ അവരിൽ ഒരാളാക്കി മാറ്റിയ ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ശൗലിൻ്റെ പദ്ധതിയല്ല അവിടെ നടന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടതയും കൂടെ. യഹോവ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാത്തിനും വേണ്ട ഉദ്ദേശമുണ്ട്. അതിൽ ഈവൻ അനർത്ഥ ദിവസത്തിലായ ദുഷ്ടനെയും കൂടെ യഹോവയുടെ സൃഷ്ടിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ്റെ 7 വാക്യത്തിൽ ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അതായത് ദൈവവചനം അനുസരിക്കുന്ന ഒരാൾക്ക്, അല്ലെ ദൈവത്തെ വചനത്തോട് ചേർന്ന് പോകുന്ന ഒരാൾക്ക് ശത്രുതയില്ല, ആരോടും ശത്രുതയില്ല. അവർ എല്ലാവരെയും സ്നേഹത്തോടെയും കരുതലോടും കൂടെ മുന്നോട്ട് പോകുന്നവരാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അവരെ കൂടെ, അതായത് ദൈവവചനം അനുസരിച്ച് പോകുന്ന ഒരാൾക്ക് ശത്രുത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരെ സ്നേഹിച്ചും അവരോട് കൂടെ ചേർന്നും പോകുവാൻ ദൈവം അവരെ സഹായിക്കും എന്നാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അതിൻ്റെ 16 വാക്യം: തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്ന എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്ന എത്ര ഉത്തമം. ഈ ലോകത്തിലെ അഴിഞ്ഞു പോകുന്ന ജ്ഞാനത്തെക്കുറിച്ചോ അഴിഞ്ഞു പോകുന്ന സമ്പാദ്യത്തെക്കുറിച്ചോ അല്ല പറയുന്നത്, ദൈവവചനത്തെക്കുറിച്ചാണ്. നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചാണ്. അതൊരിക്കലും അഴിഞ്ഞു പോകുകയില്ല, അത് നിത്യത വരെയും നമ്മളെ എത്തിക്കും. അത് സമ്പാദിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതം, അല്ലെ നമ്മൾ നിത്യത വരെ നമ്മളെ എത്തിക്കുമെന്ന് ആ വാക്യം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ 20 വാക്യത്തിൽ കാണുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. തിരുവചനത്തിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവന് ദൈവം അനുഗ്രഹിക്കുമെന്ന് ആ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 24 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നലെ നമ്മൾ നാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ എന്ന് പറയുന്നുണ്ട്. ലാവണ്യം നിറഞ്ഞ വാക്കുകൾ, അല്ലെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത, അല്ലെ മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കാത്ത വാക്കുകൾ എത്രയോ പേർക്ക് ആശ്വാസ സമാധാനമാകും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാവ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാവ് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അല്ലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കാനോ അല്ല, മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്നവരായിട്ട്, മറ്റുള്ളവരുടെ വേദനകളെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരെ ദൈവവചനത്തിലൂടെ നമ്മോട് ചേർത്ത് പിടിക്കാനായിട്ട് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ അതിൻ്റെ 32 വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്: ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരരും ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. അതായത് ദൈവവചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ കോപത്തെ നിയന്ത്രിക്കുന്നവൻ. എപ്പോഴും മനുഷ്യന് സാധിക്കാത്ത ഒരു കാര്യമാണ് കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. കോപം പാപത്തെ ജ്വലിപ്പിക്കുമെന്ന് നമുക്കറിയാം. കോപമാണ് സകല പാവങ്ങൾക്കും, അതായത് ഒരു മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോപത്തിൽ എടുത്തു ചാടി ചെയ്യുന്നതും ചിന്തയില്ലാതെ ചെയ്യുന്നതുമാണ് പല വലിയ പാവങ്ങളിലേക്കും വലിയൊരു നഷ്ടത്തിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ യുദ്ധവീരനേക്കാൾ ശ്രേഷ്ഠനാണ് തൻ്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരെന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ ഈ 16 അധ്യായം 32 വാക്യങ്ങളുണ്ട്. ഈ 32 വാക്യങ്ങളിലും ഓരോന്നും ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളുടെ ജീവിതം എങ്ങനെ ആവണം, നമ്മൾ എങ്ങനെയാവണം, നമ്മുടെ നാവിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഒരു ദൈവവചനത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഓരോന്നും നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവവചനം എത്ര മധുരമുള്ളതാണെന്നും ഓരോ മനുഷ്യരും ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതം എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നും വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ഓരോ ദിവസവും മുൻപോട്ട് നയിക്കുവാൻ സഹായിക്കുമാറാട്ടെ.